കാഴ്ച കുറിച്ച് എവിടെ നിന്ന് വരുന്നടാ? കോടന്നൂര്. എന്താ കോണൂര് കണ്ടിട്ടില്ലേ? അഭിമാനം പറഞ്ഞ കോടന്നൂർക്കാരനല്ലേ? തൃശ്ശൂർ തന്നെ കോടന്നൂർ പറഞ്ഞവൻ. അപ്പൊ ഞങ്ങൾക്ക് അഭിമാനം. ഒരു കോലുമൊക്കെ ആ പെണ്ണിന് വേണ്ടി എല്ലാ ആമ്പിള്ളേരും അവളെന്ത് തെറ്റ് ചെയ്താലും അവർക്ക് സപ്പോർട്ട് ചെയ്യാം. അതേ തെറ്റ് വേറൊരു വ്യക്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അവനിട്ട് മേടയാ. എന്ത് ബിക്കോസ് കാണുന്നില്ല. കളിക്കാരനാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ആളെ കളി. പിന്നെ ഇപ്പോഴും നന്നായിട്ട് കളിക്കുന്നുണ്ട്. പ്രേക്ഷകര് കാണുന്നുണ്ട് ഈ പരിപാടി. മലയാളികള് ഒക്കെ കാണുന്നുണ്ട്. ഈ 72 ക്യാമറ വെച്ചിട്ടും അവിടെ എന്തിട്ടാ കളിക്കുന്നത്? നല്ല സൈലന്റ് അല്ലോ. നല്ല അഭിമാന. ഒരാൾക്ക് തല്ലുകൂടെ ഒന്നുമില്ല. പിന്നെ വന്നാരും വിടില്ലല്ലോ. മേക്കപ്പ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും മേക്കപ്പിലുണ്ടൊക്കെ ലിപ്റ്റിക്കിട്ട് ഇങ്ങനെ നടക്കും. അവന്റെ നാട്ടിൽ അച്ഛൻ വെച്ചുള്ള മുട്ടടികളൊന്നും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്താണ്. അവൻ എത്തും, 100 ദിവസം വരെ നിൽക്കും, കപ്പടിക്കണമെന്നാണ് ആഗ്രഹം. അവന്റെ വീട്ടില് കൃഷി ചെയ്യുന്നില്ല, മറ്റുള്ളവര് കൃഷി ചെയ്തിട്ടല്ലേ അവൻ ബിഗ് ബോസിലായാലും അവന്റെ കുടുംബത്തിലെ ഭക്ഷണം കഴിക്കണ. അപ്പൊ കൃഷിക്കാരാന്ന് വിട്ട് ആക്ഷേപിക്കരുത്. അതൊക്കെ വളരെ മോശമാണ്. പിന്നെ അനീഷ് അയൽവാസിയാണല്ലേ? അതോ തൊട്ടത്തിതാണ് വീട്. എങ്ങനെയുണ്ട് കളി? നല്ല കളിയായില്ല. അവൻ നല്ല സൈലന്റ് അല്ല. അഭിമാനമല്ലേ? നല്ല അഭിമാന. ഒരാളടുത്ത് തല്ലുകൂടെ ഒന്നുമില്ല. പിന്നെ വന്നാരും വിടില്ലല്ലോ. അത്ര നല്ല മനുഷ്യനാവൻ എല്ലാം കൊണ്ടും. ഇവിടെ നിന്ന് ആൾ അവിടെ എത്തുമെന്ന് വിചാരിച്ചു. അതെ, അവൻ പോയത് ഞങ്ങള് ടിവിയിൽ കണ്ടപ്പോൾ അതിശയപ്പെട്ടെ. ആരോടും പറഞ്ഞില്ല. ശരി ശരി. വേറെ വിശേഷങ്ങളൊന്നുമില്ല. സുഖം തന്നെ അവൻ. കാണുന്നുണ്ട് ഡെയിലി? ആര്? ആദ്യം ഞങ്ങൾ ഇവിടെ കാണാറുണ്ട് ഡെയിലി. ഞങ്ങളുടെ അടുത്തൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നല്ല സ്വഭാവം. നാട്ടുകാരായിട്ട് എല്ലാവരായിട്ട് വലിയ ലോകിയ. കളിയൊക്കെ ഇഷ്ടമാണോ? കളിയൊക്കെ ഇഷ്ടമാണ്. ശരി ശരി. ആരെയാ ഇഷ്ടം അവിടെ? അനീഷിനെ തന്നെയാണ് ബിഗ് ബോസ്? എനിക്കിപ്പോ ഞങ്ങള് നാട്ടുകാരനെ കോടന്നൂരെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. നമ്മുടെ ദേശത്ത് നിന്ന് ഒരാൾ കളിക്കാൻ പോകാന്ന് പറഞ്ഞ അതിശയല്ലേ ബിഗ് ബോസില്. നാടൊക്കെ എടുത്ത് പറഞ്ഞല്ലോ. അതെ, നാടകം എടുത്ത് പറഞ്ഞല്ലോ കോടന്നൂരിന്ന്. ആദ്യമേ കുറച്ച് ഇതായിരുന്നല്ലേ? അതെ, ഇപ്പൊ ഡീസന്റ് ആയിട്ടുണ്ട് ആള്. സ്വഭാവം അങ്ങനെ തന്നെയാണോ? നല്ല ആദ്യത്തെ സ്വഭാവമാണോ അതോ ഇപ്പോഴത്തെ സ്വഭാവമാണോ? എല്ലാം പഴയ മാതിരിയുള്ള സ്വഭാവം തന്നെ, യാതൊരു മാറ്റമില്ല. അല്ല, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആവശ്യമില്ലാതെ അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ ബിഗ് ബോസ് ബിഗ് ബോസിലാ. അതിപ്പോ ആരായാലും ഉണ്ടാവില്ല കുറച്ച്. ആള് നല്ല കളിക്കാരനാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ആളെ കളി. പിന്നെ ഇപ്പോഴും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ടുണ്ടോ? കണ്ട് ഇവിടെയുള്ള സ്വഭാവം തന്നെയാണോ? അതെ അതെ, സെയിം സ്വഭാവമാണ്. സെയിം സ്വഭാവമാണ്. ആള് പണ്ടുള്ള പോലെ ഇപ്പോഴുള്ള ബിഗ് ബോസില്. ഞാൻ കണ്ടു. ഞാൻ ചെറുപ്പായിരുന്നില്ലേ, ഇപ്പോഴാണ് കൊറേ ശേഷം കാണണേ. ഇഷ്ടപ്പെട്ടു. അഭിമാനമുണ്ട്. എന്നാലും നല്ല അഭിമാനമുണ്ട്. എനിക്ക് അനീഷേട്ടനെ, പിന്നെ ഷാനവാസിന് ഇഷ്ടമാണ്. വെറുപ്പിക്കണത് അവന്റെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നമ്മുടെ ഇത് നബി വെറുപ്പിക്കണ്ട നൈസായിട്ട്. പിന്നെ അങ്ങനെ ജിസേ കൊഴപ്പില്ല. ജിസേല് പാവാ. പിന്നെ ആര്യനെ ഇഷ്ടമല്ല എനിക്ക്. ആര്യന് ഒരുപാട് എനിക്ക് ജിസേലിന് അധികം ഇഷ്ടമൊന്നുമില്ല. നമ്മള് അനീഷ് മാത്രം. അതെ, ആൾക്ക് എന്തോ ഗവൺമെന്റ് ജോലി അങ്ങോട്ടാണ്. അപ്പൊ ആള് അധികം ഉണ്ടാവാറില്ല. സൈലന്റ് ആണ് ആള്. ബിഗ് ബോസ് തന്നെയാണ്. കോടതിയാകത്തെ കാണുന്നുണ്ട്. കോടതിയാകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായി മാറിയാള്. അതും പ്രത്യേകിച്ച് മോഹൻലാലിന് കൂടെ അഭിനയിക്കാനുള്ളൊരു കഴിവ്, കളിക്കാനും കൂടിയിട്ടുള്ളൊരു നല്ല സന്ദർഭം കിട്ടി. അതൊക്കെ അവൻ്റെ ഒരു നല്ലൊരു കഴിവാണ്. എന്നാലും ബിഗ് ബോസ് മൊത്തത്തിൽ ഒക്കെ നാട്ടുകാരൊക്കെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പള്ളിയുടെ കൂടെ വെച്ചിട്ടുണ്ട്. അനീഷിന്റെ നല്ല അഭിപ്രായമാണ്. ഇന്നലത്തെ ചെറുപ്പത്തിൽ അവനെ സാധിച്ചല്ലോ, അതാണ് ഏറ്റവും സന്തോഷം. ഞങ്ങള് എത്തുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടല്ലേ, സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു തറവാട്ടുകാരാണ്. തറയിൽ ഞങ്ങൾ അവന്റെ വീട്ടിൽ തറയിൽ നിന്നാണ്. തറവാട്ടുകാരാണ്. കളി കുഴപ്പമൊന്നുമില്ല. ആള് കണ്ട കാര്യം മുഖത്തേക്ക് പറയുന്ന ഒരു വ്യക്തിയാണ്. അത് നല്ല കാര്യം, ഞാൻ യോജിക്കുന്നു, തുറന്നടിച്ച് പറയും. അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാവും. പതിവാണല്ലോ. നമ്മുടെ 5 പേരിൽ ഒരുപോലെ ആവില്ലല്ലോ. അതിലൊക്കെ വിലപ്പും ചെറുപ്പം ഉണ്ടാവല്ലോ. നല്ല വ്യക്തിയാണ് അത്. സ്വഭാവമാണ്. അനീഷ് പൊളിക്കുന്നുണ്ട്. ചങ്ങളവൻ ഇവിടെ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്.
അങ്ങനെയല്ല, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കില്ല അവൻ. വീട്ടിൽ തന്നെ എപ്പോഴും പിന്നെ ജോലിക്കാരി മാത്രമുള്ള അതാണ് കുഴപ്പമില്ല. നല്ല സഹായം, കുഴപ്പമൊന്നുമില്ല. കളികളൊക്കെ അടിപൊളി കളിയില്ല, അവന്റെ കളി ഏറ്റവും അടിപൊളി. ഇഷ്ടം ഞങ്ങൾക്ക് അവന്റെ അന്വേഷണം തന്നെ. അഭിമാനം പറഞ്ഞ ഞങ്ങൾക്ക് കോടതികൾക്ക് അഭിമാനല്ലേ. അവൻ തൃശ്ശൂർ തന്നെ പറ കോടതി പറഞ്ഞവൻ. അപ്പൊ ഞങ്ങൾക്ക് അഭിമാനം അടുത്ത് പറഞ്ഞു. ഏറ്റവും ഞങ്ങൾക്ക് അന്വേഷണം ബാക്കി ഞങ്ങൾക്ക് ആരും ഇഷ്ടമൊന്നുമില്ല അവിടെ. ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ആ പണിയുടെ മുമ്പ് പരിക്ക് ഉൾപ്പെട്ട് നടക്കാൻ പറയും ജിസോടൊക്കെ. അങ്ങനെ എടുത്തോ കുറച്ചേരം. അനീഷ് സൂപ്പർ അല്ലേ നമ്മുടെ കുട്ടിയല്ലേ? എങ്ങനെയാ നല്ല സഹകരണം ഇവിടെ ഉള്ളവരാണോ അവിടെ? പിന്നെ മൊത്തത്തിൽ കാണാൻ അവിടെ ആരെ ഇഷ്ടം ഏറ്റവും? അനീഷിനെ. നമ്മുടെ അന്വേഷണല്ലേ. ചേച്ചിക്ക് എന്തോ എനിക്ക് നല്ലൊരു അഭിപ്രായം തന്നെ. എന്റെ മക്കളൊപ്പൊക്കെ ഒരു ബാച്ചിൽ പഠിച്ചിട്ടുള്ള അപ്പൊ സൂപ്പർ കോടന്നൂർ സ്കൂളിലത്തെ വിന്നറായി അവനായിരുന്നു. പഠിക്കാനല്ല പഠിക്കാനൊക്കെ മിടുക്കൻ തന്നെയാണ്. നല്ലത്. പക്ഷെ ചെറുപ്പത്തിലെ കണ്ടിട്ടുള്ളത്, ഇപ്പൊ കണ്ടിട്ട് ഇപ്പഴാ കാണുന്നത്. അത് പുറത്തല്ല. അവിടെ കണ്ടപ്പോ ഞെട്ടിയ? ഞെട്ടി. ഞങ്ങൾ ആദ്യം ഫസ്റ്റ് വന്നതാണല്ലേ, കാണാറുണ്ട്. നല്ല തന്നെയാണ്, നല്ല സ്വഭാവം. കോടന്നൂരിന്റെ അഭിമാനം തന്നെയാണ്. കാരണം നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റാവുന്ന ഇതല്ലേ. നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരാൾ പോവുക കപ്പ് നേടുക എന്നൊക്കെ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്റെ മുമ്പിലത്തെ പ്രാവശ്യത്തെ കപ്പ് മേടിച്ച എൻ്റെ ഒരു ബന്ധുവാണ് അഖിൽമാരാര്. എന്റെ വൈഫിന്റെ അമ്മാവന്റെ മോനാ, കോട്ടത്തല, മനസ്സിലായ. അപ്പൊ അങ്ങേർക്ക് ഇതുപോലെ നമ്മള് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അത് പറയുമ്പോ കൊല്ലത്താണ്, ഇതിപ്പോ നമ്മുടെ നാട്ടിലാണ്, നമുക്ക് സ്വന്തം നാടാണ്, നമ്മുടെ അയൽപ്പക്കം തന്നെ പറയാം. സങ്കടമാണ് ശരിക്കും പറഞ്ഞാൽ. കോട്ടനയിൽ ഇറങ്ങി കഴിഞ്ഞ പിന്നെ സങ്കടമാണ്. കപ്പടിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. സാധിക്കും. അവന്റെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. എല്ലാത്തിനും ചുള്ളിക്ക് ഉപ്പേരി പോലെ ഉത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ മിക്കതും ആളെന്നെ മേടിക്കാൻ സാധാരണക്കാരന്റെ ഇടയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ. കാരണം വലിയ ഒരു അരിസ്റ്റോക്രാറ്റ് ഫാമിലി എന്നല്ല പുള്ളി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പിന്നെ അതിന് ഇത്രയും കഴിവ് ഇല്ലാത്തവർക്ക് ആരും എടുക്കില്ലല്ലോ. അപ്പൊ അവന്റെ കഴിവ് തെളിയിക്കട്ടെ, ഒന്നും കൂടെ എന്തായാലും ജയിക്കട്ടെ. കപ്പടിക്കാൻ 100% സാധ്യത. ഇപ്രാവശ്യം കപ്പ് പുള്ളിക്കാനാണ്. തകർക്കും. ഓക്കെ. എങ്ങനെയുണ്ട്? ജിനോനാണ് എന്നെ അനീഷേട്ടനെ പരിചയപ്പെടുത്തിയത്. അനീഷേട്ടൻ നല്ലൊരു ചേട്ടനാണ്, അത്രേ ഉള്ളൂ. ശരി, നല്ല സ്വഭാവം, നല്ല മനുഷ്യരാ, അടിപൊളിയാ. ശരിയാണ്. അനീഷേട്ടൻ അങ്ങനെ ആരുമില്ല, എല്ലാരും. ജിസേല് ഇഷ്ടം. ആര്യനെ കുഴപ്പമില്ല. നീയാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. എല്ലാരും അടിപൊളി. അനീഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്, കാറ്റഗിസം പഠിപ്പിച്ചിട്ടുണ്ട്, നഴ്സറി പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല മോനാണ്, നല്ല സ്വഭാവമാണ്. കളി കാണാറുണ്ടോ? ഇല്ല, TV കംപ്ലൈന്റ് ഇട്ടിരിക്കുക, അതുകൊണ്ട് കാണാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. മൊബൈലിലിടയ്ക്ക് യൂട്യൂബിലിടയ്ക്ക് കാണും. നല്ല സ്വഭാവമാണ്. അനീഷിനെ പറ്റി പറയാണെച്ചാലേ നല്ലൊരു വ്യക്തിയുടെ ഉടമയാണ്. ഇടവേല് പള്ളിയിലായാലും യൂണിറ്റിലായാലും നന്നായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പഠിക്കാൻ അതിലും മുഖ്യന്. പിന്നെ അവന് മിമിക്രി, ഇപ്പൊ അവന് എഴുത്തൊക്കെ ഉണ്ട്, പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ബിഗ് ബോസിൽ എന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോ അത് ഗെയിമാണ്, അങ്ങനെയല്ല. ഗെയിമിന്റെ രൂപത്തിലാവാൻ നിന്ന് ഇപ്പാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്, സീസൺ 7 എന്ന് പറയുന്നത്. അത് ബിഗ് ബോസ് ഇപ്പൊ കൊണ്ടുപോകുന്നത് മറ്റേ ഷാൻവാസ്, അനുമോള്, അനീഷ്, ഇവര് 3 ആളാണ് കൊണ്ടുപോകുന്നത്. പിന്നെ എന്തിട്ടൊക്കെ അവിടെ കാട്ടിക്കൂട്ടണ. ഒരു പെണ്ണിന് വേണ്ടി എല്ലാ ആൺപിള്ളേരും കമ്മി കൊടുക്കുക. എന്നിട്ട് ജിസയില് നമുക്കറിയില്ലേ? അല്ല, പറഞ്ഞല്ലോ ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങള് പ്രേക്ഷകരാണ്, ഞങ്ങളെ അഭിപ്രായം പറയും. എല്ലാ ആണുങ്ങളും. പിന്നെ അവിടെ കഴിഞ്ഞ സീസണില് നമ്മുടെ ഡോക്ടർ റോബി രാധാകൃഷ്ണനുള്ള സമയത്ത് നമ്മുടെ ഒരു റിയാസ് ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു സെയിം ചെക്കവിടെ തന്നെയാണ്, ചാന്തുപൊട്ടിന്റെ പോലെ. അവന്റെ വീട്ടിൽ പക്ഷേ കട്ട് തിന്നുക. ഇല്ല, അതൊരിക്കലും ചെയ്യരുത്. നമ്മള് എല്ലാവരും ഭക്ഷണം കഴിക്കാണ്ട് 19 18 കണ്ടൻഷൻ ഉള്ളതാണ്.
അവരൊക്കെ ഇതേപോലെ തന്നെയല്ലേ ബിഗ് ബോസ് പറയുന്ന രൂപത്തിൽ അവര് ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. ഇവ മാത്രം തക്കാളി മേടിച്ചു അത് എടുത്തു, അതൊക്കെ മോശം കെട്ട പരിപാടിയാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടുകാരൻ അനീഷ് ആയതുകൊണ്ട് ഞങ്ങൾ പറയല, ഇപ്പൊ ഗെയിം നന്നായി കളിക്കുന്ന ഏത് രാജ്യക്കാരനായിക്കട്ടെ ഞങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യും. അതിപ്പോ ഷാനവാസ് ഞങ്ങളുടെ നാട്ടുകാരനല്ല, എന്നാലും ഇക്ക നന്നായി കളിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് ഞങ്ങളുടെ കോടന്നൂര്, പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് ഇവ എവിടെ നിന്ന് വന്നിട്ട് കോടന്നൂര്, അങ്ങനെ അതൊക്കെ ഞങ്ങളെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാ. ഞങ്ങളുടെ കോടന്നൂര് വെച്ചിട്ട് ഇങ്ങനെ പറയാ, ഇത്ര നല്ല രാജ്യമില്ല. ഈ കൃഷിക്കാരാന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, നമ്മുടെ അംബാനി ആ ശരത്ത് കൃഷിക്കാരാന്ന് വിളിച്ചു. ഞാൻ ഒരു ചോദ്യം ചെയ്യട്ടെ, അവന്റെ വീട്ടില് കൃഷി ചെയ്യുന്നില്ല, മറ്റുള്ളവര് കൃഷി ചെയ്തിട്ടല്ലേ അവൻ ബിഗ് ബോസിലായാലും അവന്റെ കുടുംബത്തിലായാലും ഭക്ഷണം കഴിക്കണ. അപ്പൊ കൃഷിക്കാരാന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്, അതൊക്കെ വളരെ മോശമാണ്. പിന്നെ നമ്മൾ കാണുന്ന ഒരു ഗെയിമാണ്. അനീഷിനെ മാത്രം ഒരു ടാർഗറ്റ് ചെയ്ത് നടക്കുക, അതൊരു ശരിയായിട്ടുള്ളതല്ല. പക്ഷെ ബിഗ് ബോസ് 8ന്റെ പണി 7ന്റെ പണിയൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണ്ടേ. പിന്നെ അതിപ്പോ അടുത്തൊരു ഗെയിം കഴിഞ്ഞു, മിണ്ടാതിരിക്കുന്നത്. അനീഷ് ആ കാർഡിൽ എഴുതിയ പോലെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യണ്ട്. അനീഷ് തീരുമാനിക്കും ഇപ്പൊ മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനത് പാലിച്ച് സ്റ്റക്കായിരുന്നു. പിന്നെ ഒരു അക്ഷരം ഉണ്ടല്ലേ, ബ്രില്യന്റ് ആയിട്ട് അവൻ നിക്കണേ. ബാക്കിയുള്ളവര് ആരെയും തിട്ട കാണിക്കണ. അവന്റെ നാട്ടിൽ അച്ഛൻ മരിച്ചാലെ മുട്ടടിക്കുള്ളൂന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്താണ്. അവന്റെ അച്ഛൻ മരിച്ചാലെ മുട്ടടിക്കുള്ളൂന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അവൻ അനീഷിനോട് മുട്ടടിക്കാൻ പറഞ്ഞു, അപ്പൊ അവന്റെ അച്ഛൻ മരിച്ചോട്ടല്ലേ. അതൊന്നും ശരിയായിട്ടുള്ളതല്ല. അതൊക്കെ ബിഗ് ബോസ് 7 സീസണില് നല്ല പണികൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയണ, അനീഷ് എന്നൊരു പയ്യൻ ഞങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് പറയല്ല, ഏത് നാട്ടുകാരന്റെ ആൾക്കാരായാലും ഗെയിം കളിക്കാൻ വന്നാ അത് ഗെയിമിന്റെ രൂപത്തിലെടുക്കണം. അല്ലാണ്ട് ഒരാളെ തന്നെ ടോർച്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു. അപ്പൊ അനീഷ് പറഞ്ഞാനെ പറയും. സാധാരണക്കാരന്റെ ഇടയിൽ നിന്ന് വന്നേ. സാധാരണക്കാരന്റെ ഇടയിൽ വന്നതാ. അതിനെ കുറിച്ച് അവനെല്ലാ കഴിവുണ്ട്. പിന്നെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാള് ഒരു മനുഷ്യന് എല്ലാ കഴിവും കൊടുക്കില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഒരു മാരേജിനെ കുറിച്ച് അവൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ആ ഒരു മിസ്റ്റേക്ക് മാത്രമല്ല. അതാണ് പറഞ്ഞത്, എല്ലാം ദൈവം എല്ലാവർക്കും പൂർണ്ണ ഇതായിട്ട് കൊടുക്കില്ല. അപ്പൊ അതിന്റെ ഇതൊക്കെ ഇതുണ്ട്. ഞങ്ങൾക്ക് ബിഗ് ബോസിലെ പറഞ്ഞാൽ അവിടെ 1-2 ആൾക്കാർ ഈ സീസൺ 7 പോവാന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് വരും. അതായത് ആരൊക്കെയെന്നറിയോ, ഒരു അംബാനി ശരത്ത്, പിന്നെ ഓയില, അതെ, പിന്നെ ഈ ജിസിലിന്റെ ഈ പെണ്ണിന് വേണ്ടി ഒരു കോലുമൊക്കെ ആ പെണ്ണിന് വേണ്ടി എല്ലാ ആമ്പിള്ളേരും അവളെന്ത് തെറ്റ് ചെയ്താലും അവർക്ക് സപ്പോർട്ട് ചെയ്യാ. അതേ തെറ്റ് വേറൊരു വ്യക്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അവനിട്ടും വേണ്ട. എന്ത് ബിക്കോസ് ഇത് കാണുന്നില്ലേ. അനിമോള് പറഞ്ഞു ഇവരൊക്കെ മണ്ണാളാന്ന് പറഞ്ഞു, പക്ഷെ അവള് തകർത്തു. യോജിക്കുന്നുണ്ട്, അനിമോള് അങ്ങനെ പറഞ്ഞ യോജിക്കുന്നുണ്ട്. ജിസേലിന് ആ പെൺകുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മണ്ണന്മാരും ഇവളുടെ പക്ഷത്താ. അതേ തെറ്റും അനീഷ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി അതിനെ ആക്രമിച്ചു. ഇപ്പൊ ബിഗ് ബോസ് ഈ മിണ്ടാതിരിക്കാൻ പറഞ്ഞൊരു സംഭവല്ലേ, അതിലെന്തിനാണ് ഈ അപ്പാനി ശരത്തും മറ്റേ അക്ബറൊക്കെ കിടന്ന് തല്ലാനോ അങ്ങനെ ചെയ്യുന്നത്? ബിഗ് ബോസ് പറഞ്ഞ അനുസരിച്ചാവുന്നത് ആ കാർഡിൽ എഴുതിണ്ട്, അതവൻ പാലിച്ചു. അതിനെന്തിനാ ഇവര് തല്ലാനാണ്? അങ്ങനെ വെച്ചാൽ ആര്യൻ എന്താണ് ജിസിലേറെ തലയാണ് ഇത് വെട്ടാൻ പറഞ്ഞത്. അതിന് ആര്യനെന്തിനാ വിഷമം? അവന്റെ തലയല്ല, അവനോട് ജ്യൂസ് കുടിക്കാനല്ല പറഞ്ഞത്. ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. ഇവൻ ഇവൾക്ക് വേണ്ടി ഇതിനെ സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് ഇവൻ പറയണേ അനീഷിനോട് പൊട്ടടിക്കാൻ. 1000 പോയിന്റിനാണ് ഈ അവൻ കളിക്കണേ. അവൻ മിണ്ടില്ല. ആള് ബ്രില്ലില്ല, നല്ല ഗെയിമറായിട്ട് കളിച്ചിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ സീസൺ 7 കൊണ്ടുപോണത് അനുമോള്, ഷാൻവാസ്, ബാക്കിയൊക്കെ അനുമോള് പറഞ്ഞ ഭാഷയിലുള്ളവരാ. ഇപ്പൊ അടുത്ത് എന്താ ബിസ്മി ആരെ ഔട്ടായത്, നമ്മുടെ ശരത്തിന്റെ. അതെന്തായിരുന്നു കോലാഹലം? അതെ, പ്രേക്ഷകര് കാണുന്നുണ്ട് ഈ പരിപാടി, മലയാളികള് ഒക്കെ കാണുന്നുണ്ട്. ഈ 72 ക്യാമറ വെച്ചിട്ടും അവിടെ എന്തിട്ട കളിക്കുന്ന കളി, അത് വളരെ മോശം. എല്ലാവരും സ്നേഹം ജിസിലോട് മാത്രമല്ലോ, പിന്നെയുള്ളവരൊക്കെ പൊട്ടിന്. പിന്നെ നമ്മുടെ കാഴ്ച കുറിച്ച് എവിടെ നിന്ന് വരുന്നടാ, കോടന്നൂര് കണ്ടിട്ടില്ലേ? ഞങ്ങള് ബിഗ് ബോസിൽ കയറാൻ അവസരം കിട്ടിയ ഞങ്ങള് പറയും തന്നെ കോടന്നൂരെ പറഞ്ഞ. ഇപ്പൊ താങ്കളുടെ രാജ്യത്തെ കുറിച്ച് താങ്കളെ പറ്റി പറയാ, തന്റെ നാടിനെ പറ്റി പറയുമ്പോ മൊത്തം ബാധിച്ചില്ലേ? ഇത് പ്രേക്ഷകർ കാണണില്ലേ? ഇവർക്ക് 72 അല്ല 110 ക്യാമറ വെച്ചാലും അവര് ചെയ്യേണ്ടത് തന്നെ ചെയ്യും. ഇപ്പൊ ഇന്നലെ ആണെന്നുണ്ട് ഒരു ഇത് കളിച്ചതെന്ന് വെച്ചാൽ
പാട്ടിൽ കൂടി നെവിനോട് പറയാമുണ്ട് പാട്ട് പാടിയിട്ട് എന്ന്. അപ്പൊ അനീഷ് ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്, അത് പാട്ടിയെ കൂടെ പറഞ്ഞിട്ടോ. അവൻ ജിസിലെന്നെ പറഞ്ഞത്, ബാക്കി അവൻ ആരും ഇഷ്ടമില്ല. അപ്പൊ അതൊക്കെ ഒരു ഒരു എന്താ പറയാ, മലയാളികളെ പൊട്ടന്മാരാക്കണോ മണ്ടന്മാരാക്കണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതില് ഗെയിമാന്നുള്ള ഇതിൽ കളിക്കുക. പിന്നെ തന്താനെ വിളിച്ചു, തള്ളാനെ വിളിച്ചു, കൃഷിക്കാരെ വിളിച്ചു, അത് വിളിച്ചു, ഇത് വിളിച്ചു, അതൊന്നും ഒരിക്കലും പാടില്ല. അവർക്ക് ഈ 100 ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങേണ്ടതല്ലേ. അവരത് ചിന്തിക്കണ്ട. കുടുംബക്കാര്, അവരുടെ നാട്ടുകാര്, അവര് ഇതൊന്നും അറിയില്ല. പുറത്ത് വരുമ്പോഴാണ് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ അംബാനി ശരത്ത് എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ, അപ്പാനി അംബാനി എന്ത് ശരത്തായിക്കോട്ടെ, ആളെന്തിട്ടാ കലാകാരനാന്ന് പറയുന്നത്. മറ്റുള്ള കലാകാരന്മാരൊക്കെ അതൊരു മോശക്കേടാണ്. ഇവര് കലാകാരനെ ചെയ്യണമെങ്കിൽ അത് അതിന്റെ രൂപത്തിലാണ്. ആവശ്യമുള്ളതിനില്ല അവൻ ഗർജിച്ച് നിക്കുക. ഇപ്പൊ നാളെ സനിമോളെ തല്ലാനൊക്കെ നിന്നു ഇല്ലേ, വെറുതെ ആവശ്യമില്ലാണ്ട്. അപ്പൊ അനുമോളൊരു ഡയലോഗ് കൊടുത്തു, നീ ഒറ്റം കാരണാണോ മറ്റുള്ള പോയി എന്ന് പറഞ്ഞു. അതോടുകൂടി അവ ഇരുത്തി. പിന്നെ അവൻ മിണ്ടിയിട്ടില്ല. ഈ പറഞ്ഞ ആളുടെ ഭാര്യ 3 മാസം അവിടെ ഗർഭിണിയാ, അതൊക്കെ കുടുംബക്കാർ കാണില്ലേ. അങ്ങനെയുള്ള ഓരോ കോപ്രായങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഞാൻ തൃശ്ശൂകാരൊക്കെ വെച്ചാൽ വർത്താനം പറയുമ്പോ ഭയങ്കര സ്പീഡാ. പക്ഷെ തൃശ്ശൂകാര് നല്ല ഇത് തന്നെയാണ്. അനീഷ് നല്ല ഗെയിം ഇതായിട്ട് പോകുന്നുണ്ട്, ഗെയിം കളിച്ചുകൊണ്ട്. അവൻ ഗെയിമാണ് കളിക്കുന്നത്. ആ ഒരു ബോധ്യം അവനുണ്ട്. ആരെന്ത് പറഞ്ഞാലും അവന് ആ ബോധ്യം ഉണ്ട്. നല്ല ഒരു ഗെയിമാണ് അനീഷിനെ കുറിച്ച് പറയുന്നത്. തൃശ്ശൂർ എന്ന് പറയുന്നതിന് പകരം കോടന്നൂർ എന്നാണല്ലോ അവൻ വ്യക്തമായിട്ട് പറഞ്ഞു. തൃശ്ശൂരിന് 10 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്റർ. ആ കോടന്നൂര്, അത് അല്ല വ്യക്തമായിട്ട് പറഞ്ഞു. തൃശ്ശൂരിന്ന് കോടന്നൂർ എന്ന രാജ്യത്ത് ഞങ്ങൾക്ക് കാർഷിക ഇതാണ് കൂടുതല്. കാർഷിക ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുള്ളായി ഇത്രയും പ്രസക്തിയായ മഞ്ജു വാര്യരുടെ നാടാണ് ഞങ്ങളുടെ അടുത്ത് കിടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കൊക്കെ അത് അഭിമാനാണ്. അപ്പൊ കോടന്നൂര് എന്ന് പറഞ്ഞാൽ അന്ന് ആക്ഷേപിക്കൊന്നും വേണ്ട, ആക്ഷേപിക്കണ്ട. അത് ആർക്കും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഷാൻവാസ് നല്ല ഇതേപോലെ അനീഷിനെ പോലെ നല്ല ഗെയിമറാണ്. അവന്റെ രാജ്യത്തെ കുറിച്ച് വേറെ ഉള്ള പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അവന്റെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുവോ? ഇക്കേന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്കേര നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ല. അപ്പൊ ഗെയിമായിട്ട് കളിക്കുക. ഈ കട്ട് തിന്നാൻ അവരൊക്കെ വീട്ടില് പട്ടിണി കിടന്നിട്ടാണോ പറഞ്ഞത്? കട്ട് തിന്നുക, അത് തിന്നുക, മേക്കപ്പ് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെയും മേക്കപ്പിലുണ്ടൊക്കെ ലിപ്റ്റിക് ഇട്ട് ഇങ്ങനെ നടക്കും. അത് ചോദിക്കാൻ ആരുമില്ല. പക്ഷെ ലാലേട്ട ഇടയ്ക്കിടയ്ക്കൊക്കെ ശനി ഞാറൊക്കെ വരുമ്പോ അവരെ കൊട്ടുണ്ട്. പിന്നെ ഈ സീസൺ 7 അനസർന എന്ന് പറഞ്ഞത് ഒരെണ്ണത്തിനില്ല. മനസ്സിലായ? അത് നല്ല രീതിയിൽ പോവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗെയിമായിട്ട് സീസൺ 7 വരും എന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. കപ്പും കൊണ്ട് അത് ദൈവത്തിന്റെ കയ്യിലിരിക്കാനുള്ള അവന്റെ പരമാവധി അവൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നൊക്കെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന പിന്നെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാണുന്നതാ. അത് നമ്മൾ പറയാറില്ലേ, താൻ പാതി ദൈവം പാതി. അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്യുന്നുണ്ട്. പിന്നൊക്കെ ദൈവം അവന് കൊടുക്കട്ടെ. അതാ പറയുന്നത്. അതില് വേർപ്പിക്കുന്ന ശരത്ത്. പിന്നെ അവന് കൂട്ടായിട്ട് അക്ബർ. ഇവരൊക്കെ ഒരു കലാകാരന്മാരല്ലേ. ഒരു ചാനലിൽ ഞാൻ കണ്ടു, അക്ബറിനെ വിളിച്ച ഒരു ഗായകനാണ് ഈ അക്ബർ എന്ന് പറഞ്ഞത്. ആ രേണുസുദീനെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞില്ലേ, അതിൽ കുറെ ആൾക്കാര് ഇത് ജനങ്ങളെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീനും പറയാൻ അതിൽ ഞങ്ങൾ വിടില്ലേ. ഒരു ഗായകനാണ് അവൻ. ആ സ്വരം ഒന്നും നിലയ്ക്കാൻ എത്ര ആൾക്കാരെ ഇത് കിട്ടിയാ പോവില്ലേ? ഒരു കലാകാരനെ ചേർന്നതാണ് അവൻ. കൃഷിക്കാര എന്ന് വിളിച്ചപ്പോ അനീഷിനെ ഒന്നും ഒന്നില്ല. ഇവനെ എന്താ കലാകാരന്മാരെ കുറിച്ച് ഇനി അത് പറഞ്ഞു. ഇവനെ ചർണക്കാലനാ വണ്ണക്കാലനാ എന്തൊക്കെയാ പറയണ അനീഷിനെ. വെറുതെ എന്നിട്ട് ദേഷ്യം പിടിപ്പിക്കുക. പക്ഷെ അനീഷും വിട്ടുകൊടുക്കുന്നില്ല. കുറക്കവൻ ഇത് ചെയ്തു, ക്ഷമിക്കണ്ട്. നല്ലൊരു ഗെയിമറാണ് ഞങ്ങക്ക് പറയാനുള്ളത്. അയ്യേ, അവന്റെ വിചാരം എന്തിട്ടാന്ന് വെച്ചാൽ അവനാണ് ബിഗ് ബോസിലെ ഏറ്റവും വലിയ സുന്ദര കൊട്ടപ്പൻ. അത് ഇന്നത്തെ ഗെയിമില് മനസ്സിലായി. മൊട്ടടിക്കാൻ പറഞ്ഞപ്പോ മനസ്സിലായി. അവൻ ആകെ ഇതായത്. അവന് മൊട്ടടിക്കാൻ പറ്റാത്ത ഇത്. മൊട്ടടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് കൂടി വരും. അപ്പൊ അവന്റെ ഗ്ലാമർ പോവും. സിനിമയിലെന്താ മൊട്ടടിക്കുന്നത്? സിനിമയിലെന്താ മൊട്ടടിക്കുന്നത്? സിനിമയിലും എല്ലാം മൊട്ടടി. ഒരു ഗെയിം ബിഗ് ബോസ് എന്താണ് പറയണത് അത് ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ അനീഷിനോട് മൊട്ടടിക്കുക. അനീഷിന് കൊടുത്ത ടാസ്ക് അവൻ പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്തു. അവൻ കറക്റ്റ് ആയിട്ട് നിന്നു. ഇവനോട് മൊട്ടടിക്കുക എന്ന് പറയണത്. പിന്നെ അതില് നന്നായി ഒരു എനർജിക്ക് നിൽക്കുന്നത് അനീഷല്ല, എന്താണ് വേറെ അനീഷിനെ പോലെ ഒരു അനീഷ് അങ്ങോട്ടില്ലേ, വേറൊരു
അവനല്ല ഒരു ആമരത്തിന്റെ വെളുത്തിട്ട് ഉയരം പറഞ്ഞിട്ട് അനീഷിനെ പോലെ തന്നെ നന്നായി ഫൈറ്റ് ചെയ്തവൻ ആ ടാസ്കിന്റെ സമയത്ത്. അഭിലാഷ് അവനും അവനും നന്നായി, അവനും ഒരു കലാകാരൻ തന്നെയാണ്, അവനും നന്നായി ഫൈറ്റ് ചെയ്തു. അയ്യോ അത് ഭയങ്കരായി. ചെയ്യാൻ പാടില്ല, തെറ്റണേ. പറയുമ്പോ ചിരിക്കരുത്. അപ്പോഴും ജിസിയിലെ ആരിന്റെ പക്ഷത്ത് മറ്റുള്ളവരൊക്കെ എന്നിട്ട് അവൻ ബോധശായിട്ട് ചിരിക്കുക. അതെങ്ങനെ ചിരിക്കുന്നു? വായവുത്തി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പേടി. പക്ഷെ ആര്യ സിനിമ പറഞ്ഞല്ലേ അവനെ ഒന്നും ചെയ്തു കൂടല്ലോ. അവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ജിസിലേനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വിഷമ, എല്ലാവർക്കും ഭയങ്കര വിഷമ. അതെന്താ സംഭവം എന്നറിയില്ല. അവിടെ വേറെ എത്ര അനുണ്ട്, ഇവിടെ രേണുസുതി ഉണ്ട്, പറയാൻ മനസ്സിലായ? അങ്ങനെയുള്ള കുറെ അതിന് ഇവരും 3 ആളും പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് 7 അടിപൊളിയായിരിക്കും. രേണുസുതി സുധേട്ടനെ സംബന്ധിച്ച് പറയുന്നത് സുധേട്ടനോട് ഒരു ആദരവും ബഹുമാനം നടന്നു. പക്ഷെ ആള് മരിച്ചല്ലോ. ആള് മരിച്ചപ്പോ പിന്നെ രേണുസുതി അങ്ങോരത്തെ ഒരു ഫാഷൻ ഷോയിലേക്ക് അങ്ങോട്ട് കടന്ന് ആകെ കോളം ചളവളായി. ഞാനൊരു കാര്യം, എനിക്ക് വ്യക്തിപരമായിട്ട് രേണുസുതിയോട് എനിക്കറിയില്ല, സുധേട്ടനായിട്ട് ഈ ഹിന്ദുക്കളൊക്കെ വന്നിട്ടുള്ള ഒരു പരിചയം. നമ്മള് കിടക്കാൻ ഒരു ഇടമില്ലാണ്ട് ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതില് വരണ ഓരോ കാര്യങ്ങളും നമ്മൾ കുറേശ്ശെ ചെയ്തു നോക്കണം. ആ വീട് വെച്ച് കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? ചോറിനു അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സുധിചേട്ടുള്ള സമയത്ത് നല്ലൊരു ഇതായിരുന്നു. ഇങ്ങനെ 2 കൊച്ചുങ്ങള് അതിനെ നോക്കി വളർത്തുള്ള ഒരു പാട്, ഇങ്ങനെ ഇച്ചിരി ജോലിക്ക് പോലെ. സുധിയേട്ടൻ പോയോട് കൂടി പിന്നെ രേണുസുതി ആകെ ഒരു ഇതായി. ഇവിടെ ബിഗ് ബോസിൽ എന്നിട്ട് ചെയ്യണ അക്ബറ് ആ സെപ്റ്റി ടാങ്ക് പറഞ്ഞോടുകൂടി രേണുസുതി ആകെ പോയി. ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് വീട്ടിലേക്ക് പോകണം, എനിക്ക് അപ്പേന്റെ കാര്യം പറഞ്ഞിട്ട്, എനിക്ക് വീട്ടിൽ പോകണം എന്നും പറഞ്ഞിട്ട് എന്തിനാ അവരൊക്കെ വന്നേക്കണേ. പക്ഷെ രേണുസുതിയോട് ബിഗ് ബോസിനോട് ചെന്ന് പറയാം, മറ്റേ ആ ഉണ്ടച്ചി ശാരിക അങ്ങോര് മറ്റേ രേണുസുതിയോട് എങ്ങനെ, കാരണം രേണുസുതിക്ക് ആൾക്കാരുണ്ട്, അപ്പൊ ആ വോട്ട് ഇങ്ങോട്ട് കിട്ടുന്ന ഒന്തി തള്ളണേ. അത് കിട്ടുമോ? രേണുസുതിയുടെ വോട്ട് രേണുസുതിക്ക് തന്നെയല്ലേ കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ കൊറേ മതി ഇത് പോവാണ്ട്, സത്യം പറയാൻ. കൊറേ പേരെ അയ്യോ ആ നെവിനൊക്കെ എന്തിട്ട് ഗെയിമ കളിക്കണേ. അവ ഈ ഭരതനാട്യം കളിച്ച് ചാന്തുപൊട്ടന്നെ ചെക്കൻ, ശരിക്കും മുടി വളർത്തി. അതൊന്നും ഒരു സുഖല്ലേ. എങ്ങനെ സെലക്ഷൻ ചെയ്ത് വരണ ഇപ്പൊ? അതിന് എത്രയും നല്ല ആൾക്കാർ പുറത്തുണ്ട്. ഇനി പോണതിനനുസരിച്ച് വരുമ്പോ നന്നായി വരും നോക്കണോ. ഇപ്പൊ ഇനി 180 ദിവസം 75 ദിവസങ്ങളുണ്ടല്ലോ. ഈ 75 ദിവസം മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്കാണ് അനീഷിന് കൊടുത്തത്. അവനത് പാലിച്ചു. വേറെ ആർക്കും കിട്ടാൻ ചെയ്യില്ല. അതായത് ബിഗ് ബോസിൽ നിന്ന് പോരേണ്ട സമയത്ത് വരെ അനീഷിന് മിണ്ടാൻ പാടില്ല. അതാണ് ടാസ്ക് കൊടുത്തത്. അനീഷ് ആ കാർഡ് കിട്ടി വായിച്ച സമയം മുതൽ അവൻ പിന്നെ ഒരു അക്ഷരമില്ല. പിന്നെ വേറെ 2 പേരുണ്ട്, ഒരു ആര്യനും ഒരു ജിസില്. ഇവർക്ക് കൊടുത്തത് ജ്യൂസ് കുടിക്കാൻ, ആര്യന് കൊടുത്തത് ജ്യൂസ് കുടിക്കാൻ, മറ്റേ പെണ്ണിന് തല മുട്ടടിക്കാൻ, കോലമുടിന്റെ അവള് മുട്ടടിക്കുക. അപ്പൊ അവിടെ കശപിച്ചേ 1000 പോയിന്റാണ് ആ ടാസ്ക് വിജയിച്ച കിട്ടുക. 1000 പോയിന്റ് കിട്ടും. ഇപ്പൊ മുട്ടടിക്കാൻ പറ്റില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഉദാഹരണം എന്താ പറയാ, ഞങ്ങളുടെ നാട്ടില് അച്ഛൻ മരിച്ചാലാണ് മുട്ടടിക്കാന്ന്. അപ്പൊ അതുകൊണ്ട് ജിസിലേറെ എന്റെ ജ്യൂസ് ജിസിയില് കുടിക്ക, അനീഷിന്റെ ഇത് അവിടക്ക, അനീഷിനെ മുട്ടടിക്കാൻ. അത് ഇവിടുത്തെ ന്യായ. ബിഗ് ബോസ് പറഞ്ഞതനുസരിക്കാൻ, അല്ലാണ്ട് ആരും പറഞ്ഞതനുസരിക്കാനല്ല അവിടെ അനീഷിനെ വന്ന് നോക്കണം. അവിടെ മനസ്സിലായ? ഒന്നില്ലെങ്കിൽ അവൻ ഒരു ഉദ്യോഗസ്ഥനാണ്, ലീവ് എടുത്തിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിന്. പഠിച്ച് ലീവ് എടുത്ത് PSC ടെസ്റ്റ് എഴുതി ജോലി കിട്ടി, അതൊക്കെ അങ്ങനെ നല്ലൊരു വ്യക്തിയുടെ ഉടമീന്. ഞങ്ങളത് 100% പറയണു. ഞങ്ങള് നാട്ടുകാരെന്നുള്ളൊരു ഇതിലല്ല പറയണത്, ആ വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങള് പറഞ്ഞത്. അവൻ ഗെയിമാണ് കളിക്കണേ. അവന് അതിനു വേണ്ടി ചിലപ്പോ പറഞ്ഞ നിൽക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഇവര് ഒന്നിച്ച് ആക്രമിക്കാൻ വരല്ലേ. പിന്നെ ഗ്രൂപ്പ് എന്തിട്ടാ അവിടെ ഗ്രൂപ്പിസും കളിക്കണേ. ഇതൊരു ഗ്രൂപ്പിസും കളിക്കണേ. അപ്പാനികാരത്തിന്റെ ഗ്രൂപ്പ് ഇത് ആ ശൈത്യ കഴിഞ്ഞ പ്രാവശ്യം പുറത്തു പോണ്ടതാ. അപ്പൊ അനുമോൾക്ക് സാധാരണ തോന്നി, അവിടെ അകത്താക്കിയപ്പോ എന്തായി? ശൈത്യം ഇങ്ങോട്ട് കാലുമാറി അനുമോളെ ചതിച്ചു. എന്നല്ലക്കുള്ള അങ്ക അതിന്റെ ഉള്ളില്. ഇന്നിപ്പോ അവിടെ ഗ്രൂപ്പ് പാടില്ലടോ.
എല്ലാ പിന്നെ സൗഹൃദമൊക്കെ സൗഹൃദം വരണം. ഇത് കഴിഞ്ഞാലും അവര് സൗഹൃദങ്ങളായി. ഇത് ഗ്രൂപ്പ്. അക്ബർ എന്ത് പറയണു, ശരത്ത് എന്ത് പറയണു, പിന്നെ ആ കാതിൽ കമ്മലിട്ട ഒരു പയ്യല്ലേ തടിയൻ ഒലിവ. അതിന് എന്തൊക്കെ ആയിരിക്കും ഒരാളൊക്കെ വന്നിട്ട്. അനീഷ് നന്നായി കളിക്കണത്, ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട്. പിന്നെ അവന്റെ ഓരോ ടാസ്ക് അവൻ ബുദ്ധിപരമായിട്ട് തന്നെ എടുക്കണം. ഇപ്പൊ ഇന്നാള് മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ, അവൻ ആ സ്പോട്ട് തൊട്ട് ബിഗ് ബോസിന് പോലും വകവയ്ക്കാണ്ട് മിണ്ടാണ്ടിരുന്നു. മൈൻഡ് ഗെയിമാണ് അവന്റെ. അവിടെ ആര്യനൊക്കെ അവിടെ ഫെയിൽ ആവുകയാണ്. ആര്യൻ നന്നായി കളിക്കണവൻ തന്നെയാണ്. ആര്യന്റെ കളി നല്ലത് തന്നെയാണ്. മുട്ടയടിക്കാൻ വന്നിട്ട് അത് അവൻ അനീഷിനോട് മുട്ടടിക്കാൻ പറയുന്നത് അത് അവരുടെ ഇതല്ലേ. പക്ഷെ അനീഷ് നന്നായി കളിക്കണവൻ. ആരും വിചാരിക്കാത്ത രീതിയിൽ കളിച്ചു. ആര്യ മിണ്ടാണ്ടിരുന്ന മുട്ടടിക്കുന്ന കാര്യം ഒന്നും അവനോട് മിണ്ടില്ലല്ലോ. ആ രീതിയിൽ തന്നെ അവൻ ഇതായി. ഒരു വട്ടാണ്ട് വന്നിട്ടുള്ളൂ. പക്ഷെ ഈ അനീഷിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമല്ലേ. നാട്ടുകാരായാലും അങ്ങനെ ശ്രദ്ധിക്കാൻ പോണില്ലല്ലോ. അത് കാരണം നാട്ടുകാരായിട്ട് എന്റെ വീട് കുറച്ച് അങ്ങോട്ട് നീങ്ങിട്ടാ. ആ ശാസ്ത്രങ്ങടെ തന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോണം. അത് കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. നാട്ടുകാരൊക്കെ അവനെ പറ്റി നല്ല അഭിപ്രായം പറയണത്. പിന്നെ അതിലുപരി ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് അവൻ പോയിട്ടുള്ളതല്ല. അപ്പൊ അതിന്റെ ഒരു അഭിമാനം ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ. അത് കാരണം ആദ്യമേ കുറച്ച് അഗ്രസീവ് ആയിരുന്നല്ലോ. ഇങ്ങനെ കുറച്ച് ചൊറിയുന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒതുങ്ങി. ഇപ്പൊ ഒന്ന് ഒതുങ്ങിണ്ട്. ആദ്യത്തെ ആ ഒരു ഒറ്റപ്പെട്ട സ്വഭാവമല്ല. എന്നാലും അവൻ എന്തെങ്കിലും വഴക്കുണ്ടായി ആരെങ്കിലും ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ സമാധാനിപ്പിക്കാനൊക്കെ ചെല്ലാറുണ്ട്. ശ്രദ്ധ നേടാനായിട്ട് അതാ ഒക്കെ ഗെയിമിന്റെ ഭാഗമല്ല. എല്ലാവരും ഗെയിമിന് വേണ്ടിട്ടല്ലേ കളിക്കണവര്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള കുട്ടിയാണ്. തോറ്റാലും ജയിച്ചാലും ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പോയിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങക്ക് അഭിമാനമുണ്ട്. അവൻ എത്തും, 100 ദിവസം വരെ നിൽക്കും. കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ അതൊക്കെ ദൈവത്തിന്റെ കയ്യിലും പിന്നെ പ്രേക്ഷകരും തീരുമാനിക്കണം. പിന്നെ അവന്റെ ടാസ്കും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കപ്പടിച്ചാലില്ലെങ്കിൽ അവനെ പറ്റി അഭിമാനമുണ്ട്.